ഇപ്പം ദൈവത്താർ എന്ന നാടകം, ദൈവത്താർ നാടകം തുടങ്ങുന്നത് പിന്നെ അറിയേഴ്സിൽ തുടങ്ങുന്നത് ഡയലോഗ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? പിന്നെന്താ ആണല്ലേ? ഒരു ഉടുക്കെടുത്തിട്ട് കൈ തന്നു, ഉടുക്ക് കൈ തന്നിട്ട് ഞാൻ പറയാൻ താളം കൊട്ടാൻ പറഞ്ഞു കവാലം. ഞാൻ ആ താളം കൊട്ടി. ഇനി ഞാൻ പറഞ്ഞ താളം പറയാൻ പറഞ്ഞു. അത് ഗണപതി താളമാണ്. ഗണപതി താളം എന്ന് പറയുന്നത് ഏകദന്തനായ ഒറ്റക്കൊമ്പനാണല്ലോ ഗണപതി. അപ്പം അതാണ് താളം. തെയ് കിടതുക തക്കു തിക്കു തക്ക തിന്താം തെത്തി തിങ്ങണേകദന്താം കിടതുക തക്കം തിമിത്തൈ തത്തൈ കിടതുക താം തിമിക്ക തിമിക്ക താം കിടതുക തക്കിട്ട തിമിക്ക തിമിക്ക താം കിടതുക താം തിമിക്ക തക്കിട്ട തിമിക്ക തക്കിട്ട തിക്കിട്ട തക്കിട്ട കിട്ട തക്കത്തൈ കിടതുക തിത്തൈ തിമൃതത്തൈ തിത്തൈ തിമൃതൈ തിത്തൈക്ക തിമൃതത്തൈ കിടതുക മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. ഇങ്ങനെ പോവാ താളം. അപ്പൊ ഇതാണ് ആദ്യം പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതെനിക്ക് സന്തോഷമായി. കാരണം എനിക്ക് കുറെ കാലമായിട്ട് ആഗ്രഹിച്ച അത്യാവശ്യം കൊട്ടാനും അറിയാം, വായത്താരിയും പറയാം. പിന്നെ സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള ഡയലോഗ്സ്. കിങ്ങിണി കിണി കിണികിരിയുള്ള നിന്ന് കിലുങ്ങിയ മാണിക്യത്തെ പാടമെല്ലാം ഈ വട്ടം തണ്ണി കിട്ടാതെ എരിപരി പൊരിയും കരിപരി കൊരിയും തടകാമണി ജലം വിട്ടു തെളിയും മാണിക്യത്തമ്മ തമ്പുരാട്ടിയാം എനിക്കൂറ്റം പെരുത് തോറ്റം കുരുതി മുടക്കിയതിനാലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള ഡയലോഗുകൾ തന്നെയല്ല. ഇത് കാണാൻ വരുന്നത് വളരെ എലൈറ്റ് ആയിട്ടുള്ള ആളുകൾ. നമ്മളൊരിക്കൽ കാണാൻ കൊതിക്കണം, കാണാൻ കൊതിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നാടകം കാണാൻ വരിക, അവരുടെ അണിയറയിൽ വന്ന് നമ്മളെ വ്യക്തിപരമായി വിളിച്ച് അഭിനന്ദിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് ആ നാടകങ്ങൾ അങ്ങനെ പോയി.